അഭിനയമോഹവുമായി എത്തി ഒടുവിൽ ഒരു സൂപ്പർ ഹിറ്റ് സംവിധായകനായി മാറിയ ഒരു വ്യക്തിയാണ് എസ്.ജെ. സൂര്യ. വാലി എന്ന ചിത്രത്തിലൂടെ തമിഴ് സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന ഒരു സംവിധായകനാണ് എസ്.ജെ. സൂര്യ. അജിത്തിൻ്റെ സിനിമാ ചരിത്രത്തിൽ, സിനിമാ ജീവിതത്തിൽ ഒരു പ്രത്യേകതയുള്ള ഒരു സ്ഥാനം നേടിക്കൊടുത്ത ഒരു ചിത്രം കൂടിയാണ് ഈ വാലി എന്ന ചിത്രം. ഈ വാലി സിനിമയിലെ ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു. ഈ വാലി എന്ന സിനിമ ഗാനങ്ങളാലും സിനിമയുടെ മേക്കിംഗ് ആയാലും വളരെ വ്യത്യസ്തമായ ഒരു പുതുമയുള്ള കഥ പറഞ്ഞതുകൊണ്ട് തന്നെ അജിത്ത് എന്ന നടന് തമിഴകത്തേക്ക്, തമിഴ് പ്രേക്ഷകരുടെ ഇടയിൽ ഒരു സ്വീകാര്യത ഉണ്ടാക്കി കൊടുത്തതും ഈ വാലി എന്ന ചിത്രമാണ്. അതോടുകൂടി ഒരു എസ്.ജെ. സൂര്യ എന്ന സംവിധായകൻ തമിഴ് സിനിമ മുൻനിര സംവിധായകരിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് സമ്മാനിച്ച സംവിധായകൻ എന്നുള്ള പേരും നേടിയെടുത്തു. ഖുഷി എന്ന ചിത്രം സംവിധാനം ചെയ്തത് എസ്.ജെ. സൂര്യ ആയിരുന്നു. നമ്മുടെ നടൻ വിജയിൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു മൈൽ സ്റ്റോൺ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഖുഷി എന്ന ചിത്രം. വിജയും ജ്യോതികയുമായിരുന്നു സിനിമയിലെ നായകനും നായികയും. എസ്.ജെ. സൂര്യയുടെ സംവിധാന മികവിൽ ആ കാലത്തെ ഏറ്റവും മികച്ച ഹിറ്റുകളിൽ ഒന്നായിരുന്നു ഈ ഖുഷി എന്ന സിനിമ. അതുപോലെ തന്നെ ഈ ഖുഷിയുടെ വൻ വിജയത്തെ തുടർന്ന് ഈ സിനിമ മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. ഈ സിനിമ തെലുങ്കിൽ റീമേക്ക് ചെയ്തപ്പോൾ അവിടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു നടനൊപ്പം പുതിയ ഒരു നായികയെ കൊണ്ടുവരികയാണ് ചെയ്തത്. അതൊരു സൂപ്പർ ഹിറ്റായി. പക്ഷേ ഹിന്ദിയിൽ ഈ സിനിമ ഖുഷി എന്ന അതേ പേരിൽ തന്നെ റീമേക്ക് ചെയ്തപ്പോൾ ഫർദീൻ ഖാൻ ഒരു പുതുമുഖമായി കടന്നു വരികയും അതിലേക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു നായികയായ കരീന കപൂറിനെ കാസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു നായികയോടൊപ്പം പുതിയ ഒരു നടനെ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ ആ സിനിമ വേണ്ട രീതിയിൽ വിജയിക്കാൻ ഉള്ള സാധ്യത ഉണ്ടായില്ല എന്ന് സൂര്യ തന്നെ ഒരു അഭിമുഖത്തിൽ എസ്.ജെ. സൂര്യ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഖുഷി എന്ന സിനിമ എസ്.ജെ. സൂര്യയ്ക്കും ഒരു കരിയറിലൊരു വലിയൊരു ബ്രേക്കായിരുന്നു. അതുപോലെ വിജയിന് അഭിനയ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായി മാറുകയും ചെയ്തു ഈ ഖുഷി എന്ന സിനിമ. ഖുഷി എന്ന ചിത്രത്തിന് ശേഷം എസ്.ജെ. സൂര്യ പിന്നെ കുറേ നാൾ എസ്.ജെ. സൂര്യയെക്കുറിച്ച് ഒരു അറിവുമില്ലായിരുന്നു. അങ്ങനെയാണ് കുറേ കഴിഞ്ഞപ്പോൾ ഒരു 2005-2006 കാലഘട്ടത്തിൽ എസ്.ജെ. സൂര്യ ഒരു നടൻ്റെ രൂപത്തിൽ വീണ്ടും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അതിൽ ചില ചിത്രങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. കൽവനിൻ കാതലി എന്ന ഒരു ചിത്രം, അതുപോലെ അൻപേ ആരുയിരെ എന്നുള്ള ഒരു ചിത്രം, അതുപോലെ തന്നെ സിമ്രാനുമായിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷൻ രീതിയിലുള്ള ഒരു ന്യൂ എന്ന പേരുള്ള ഒരു ചിത്രം. ഇതിനകത്തൊക്കെ എസ്.ജെ. സൂര്യ തൻ്റെ അഭിനയം നല്ല മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചത്. ചെറിയ രീതിയിലായാലും അത് ശ്രദ്ധിക്കപ്പെട്ടു പോകുന്നത്. അത് കഴിഞ്ഞ് ഈ പടങ്ങളൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ എസ്.ജെ. സൂര്യയെ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ കാണാത്ത ഒരു അവസ്ഥയിലേക്കായിരുന്നു പിന്നെ പോയത്. അഭിനയിച്ച സിനിമകളിൽ നിന്നും പിന്നെ അപ്രത്യക്ഷം ആയി കുറേ നാൾ അനങ്ങാതിരുന്ന സൂര്യ വീണ്ടും എസ്.ജെ. സൂര്യയെ വീണ്ടും ഞാൻ വെള്ളിത്തിരയിൽ കാണുന്നത് വിജയൻ്റെ മെർസൽ എന്ന ചിത്രത്തിലാണ്. അതിലെ ആ വില്ലൻ കഥാപാത്രം ചെയ്തുകൊണ്ട്. പിന്നെ അതിനെ തുടർന്ന് പിന്നെ എസ്.ജെ. സൂര്യ വ്യത്യസ്തങ്ങളായ പല സിനിമകളിലും ഇങ്ങനെ അഭിനയിച്ച് വന്നിരുന്നു. അങ്ങനെ അഭിനയിച്ച് വരുമ്പോൾ എല്ലാം തന്നെ എസ്.ജെ. സൂര്യയുടെ അഭിനയിച്ച സിനിമകൾ നമ്മൾ ശ്രദ്ധിക്കുകയും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ കണ്ട് നമ്മൾ അമ്പരക്കുകയും ചെയ്തിട്ടുണ്ട്. കാര്യം അദ്ദേഹത്തിനൊരു പ്രത്യേക ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന്. അതായത് അദ്ദേഹത്തിന് ഒരു വില്ലൻ റോൾ കൊടുത്താൽ അദ്ദേഹം ആ വില്ലൻ റോൾ ആ തരത്തിൽ ചെയ്യും. അതേസമയത്ത് ഒരു സാധാരണ റോളാണ് കൊടുക്കുന്നതെങ്കിൽ അതുപോലെ. അപ്പോൾ അത്ര ഒരു ഏത് ലെവൽ വേണോ പോകാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ഇപ്പോൾ എസ്.ജെ. സൂര്യ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്ന ഇപ്പോൾ ഈ ജിഗർ ദണ്ഡയിലേക്ക് പെർഫോമൻസ് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ഇപ്പോൾ എസ്.ജെ. സൂര്യയുടെ കാര്യം പറയുകയാണെങ്കിൽ മറ്റ് സിനിമകളും ഒക്കെ എടുത്ത് പറയേണ്ടത്. സ്പൈഡർ എന്ന ചിത്രത്തിൽ ഞാൻ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ട് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം സിനിമ ഒരു സക്സസ് ആയില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ റോൾ ഭംഗിയായി ചെയ്തിട്ടുണ്ട് ആ സ്പൈഡർ എന്ന ചിത്രം. നായകനായിട്ട് വന്ന മഹേഷ് ബാബുവാണ്. അതൊരു തെലുങ്ക് ചിത്രമായിരുന്നു. അത് ഡബ് ചെയ്തതാണ് ഞാൻ കണ്ടത്, തമിഴിലേക്ക് ഡബ് ചെയ്തത്. അതുപോലെ ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്ന ഒരു മാസം മുമ്പ് വന്ന ഒരു സൂര്യ സാറ്റർഡേ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. ആ സിനിമയിൽ ഞാൻ സിനിമ കാണാൻ തിയേറ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ അത് എസ്.ജെ. സൂര്യ എന്ന വ്യക്തിയെ കണ്ടുകൊണ്ട് മാത്രമാണ്. അതിൽ പക്ഷേ എസ്.ജെ. സൂര്യ പ്രതിനായകൻ്റെ രൂപത്തിലും നായകനായി വന്നത് ഈച്ച എന്ന സിനിമയിൽ അഭിനയിച്ച, രാജമൗലി ചിത്രത്തിൽ അഭിനയിച്ച നാനി എന്ന് പറയുന്ന ഒരു നടനാണ് ആ സിനിമയിൽ നായകനായിട്ട് വന്നത്. ഈ സൂര്യ സാറ്റർഡേയിൽ വ്യത്യസ്തമായ ഒരു കഥ പറഞ്ഞ ഒരു സിനിമയാണ് സൂര്യ സാറ്റർഡേ. ആ സിനിമയിൽ ഈ എസ്.ജെ. സൂര്യയെ കണ്ടുകൊണ്ട് മാത്രമായിരിക്കണം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ തിയേറ്ററിൽ ആളെത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എസ്.ജെ. സൂര്യയെ കണ്ടിട്ട് മാത്രമാണ് കയറി, അല്ലെ ആ സിനിമയെക്കുറിച്ച് യാതൊന്നും അതിന് മുമ്പ് ഞാൻ കേട്ടിട്ടേ ഇല്ല. പെട്ടെന്ന് ആ പേര് കണ്ടു, സൂര്യയെ കണ്ടു, ഞാൻ കയറുന്നു സിനിമ കാണാനായിട്ട്. അതാണ് എസ്.ജെ. സൂര്യ. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത പെർഫോമൻസാണ്. അദ്ദേഹത്തിന് കൊടുക്കുന്ന റോള്, സംവിധായകൻ പറഞ്ഞു കൊടുക്കുന്ന രീതി ഏതായാലും അദ്ദേഹം അതിൻ്റെ മാക്സിമം ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അപൂർവമായിട്ടുള്ളൊരു സിദ്ധി ഉള്ള ഒരു ഇപ്പോൾ പറയാൻ ഒരു കലാകാരൻ എന്നല്ലേ പറയാൻ പറ്റും. അദ്ദേഹം ഒരു സംവിധായകനും കൂടിയാണല്ലോ, അതുപോലെ ഒരു നടനും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു കലാകാരൻ, അപൂർവ സിദ്ധിയുള്ളൊരു കലാകാരനാണ് ഈ എസ്.ജെ. സൂര്യ എന്ന സംവിധായകനും നടനും.
അതുപോലെ ഈ എസ് ജെ സൂര്യയുടെ ചിത്രങ്ങൾ അടുത്ത് ഈ സിനിമകളെല്ലാം ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ എസ് ജെ സൂര്യ ഇനി അടുത്ത് ഏതൊക്കെ എസ് ജെ സൂര്യയുടെ സിനിമയാണ് വരുന്നത്, ഇതാണ് ഞാൻ നോക്കാറുള്ളത്. ഞാൻ ഈ ഇൻ്റർനെറ്റിൽ കയറുമ്പോൾ ഞാൻ ഇതാണ് നോക്കാറുള്ളത്, എസ് ജെ സൂര്യയുടെ അടുത്ത സിനിമകൾ ഏതൊക്കെ. കാര്യം അദ്ദേഹത്തിൻ്റെ അഭിനയം അത്രത്തോളം നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മളങ്ങനെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്. എന്തായാലും എസ് ജെ സൂര്യ ഇതുവരെ ചെയ്ത തിളക്കമുള്ള കഥാപാത്രങ്ങളെക്കാൾ എത്രയോ തിളക്കമുള്ള കഥാപാത്രങ്ങൾ ഇനിയും എസ് ജെ സൂര്യ ചെയ്യേണ്ടതായുണ്ട്. അതൊക്കെ ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. എന്തായാലും എസ് ജെ സൂര്യയുടെ മിന്നുന്ന പ്രകടനങ്ങൾക്കായി ഇനിയും നമുക്ക് കാത്തിരിക്കാം വരും സിനിമകളിലൂടെ.